Hi everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് ട്ടോ. നല്ല ഹെൽത്തി ഫ്രൂട്ട് ആയ അവക്കാഡോ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അവക്കാഡോ ജ്യൂസ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ നമ്മൾ ഇവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അവക്കാഡോ ആണ് ട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള ഫ്രൂട്ട് ആണിത്. ബട്ടർഫ്രൂട്ട് എന്ന് പറയുന്നതും ഇതാണ് ട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇത് ഒന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 4-5 പേർക്കുള്ള ജ്യൂസൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കഴമ്പൊക്കെ എടുക്കാം. അപ്പോൾ ഇതിൽ വളരെ തിന്നായിട്ടുള്ള ഒരു തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടുതലായിട്ടും ഇതിന് കഴമ്പാണ് ഉണ്ടാവുക. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ പീസിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ ഒരു വലിയ കുരു ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കഴമ്പും കൂടി ഇതുപോലെ ചുരണ്ടിയെടുക്കാം. ശരിക്കും ബട്ടർ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യത്തിനും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന പഴമാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജ്യൂസിങ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഐസായി വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തണുത്ത പാലായാലും മതി. അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജാർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അവക്കാഡോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്